മെജോറിറ്റി ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നതൊന്ന് ഓവർ സ്പീഡും രണ്ടാമത് അശ്രദ്ധ എന്നുള്ളതാണ്. ഏതൊരു ഡ്രൈവറും അവരുടെ ഒരു കാൽക്കുലേഷനിലാണ് ഡ്രൈവ് ചെയ്യുക. ആ കാൽക്കുലേഷനിൽ ഒരു മിസ്മാച്ച് വരുമ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസ് വരുന്നത്. ഇപ്പം റീസെൻ്റ്ലി വന്ന ബസ് ടോപ്പിൽ ചെയ്ത ആക്സിഡൻറ്റ്സ് ഒക്കെ പുള്ളിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇങ്ങനെ ഓടിച്ച് കയറ്റാം, ആ എൻട്രി എത്തുന്ന മുന്നേ കയറ്റാമെന്ന് വെച്ചാൽ. പക്ഷേ ആ കാൽക്കുലേഷനിലൊരു മാറ്റം വന്നു. സെൻട്രൽ ഡിവൈഡർ എന്താ ഇങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടാകും, പുള്ളിയുടെ കൺട്രോൾ പോയി വണ്ടി തിരിഞ്ഞു പോയി. ഇതിൽ വിഷയം ഇപ്പോഴും ആരും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ, ഞാൻ മാത്രമല്ല ആ വണ്ടിയിലുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു കാർ ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ ഞാൻ മാത്രം സഹിച്ചാൽ മതി. പക്ഷേ ഞാൻ ഫാമിലി ആയിട്ട് പോവുക, ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ബാക്കി കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ആ ലൈഫിനൊരു വാല്യൂ കൊടുക്കുമ്പം കാൽക്കുലേഷൻ കുറച്ചുകൂടി ഒപ്റ്റിമം ആക്കണതാണ് നല്ലത്. ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇല്ലയെന്ന് പറയില്ല. പക്ഷേ സമയം എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കാൽക്കുലേഷൻ തെറ്റുമ്പം ഈ പറഞ്ഞ എല്ലാ മിസ്റ്റേക്സും അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് കയറി വരും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കൺസേൺ ഉണ്ട്, ടയേഴ്സിൻ്റെ കൺസേൺ ഉണ്ട്. ഇപ്പോൾ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ ബസ്സിൻ്റെയൊക്കെ പല കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയേഴ്സ് ഒരു ലിമിറ്റ് വരെ അതിലൊക്കെ ഒരു ഫാക്ടറാണ്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഇതൊന്നും നമ്മൾ വെറുതെ ഇൻസ്പെക്ട് ചെയ്യാതെ വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി വൺ ഓഫ് ദ കൺസേൺ അതാണ് ഏറ്റവും പ്രൈമറി തിങ്. ആ മിസ് കാൽക്കുലേഷൻ, മിസ് ജഡ്ജ്മെൻറ്റ് പാളി പോകുമ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസ് വരുന്നത്.